ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഞാൻ നമ്മുടെ ലൈഫിലെ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരായിട്ട് അത് പങ്കുവെക്കണം, അത് ഷെയർ ചെയ്യണം. അതൊരിക്കലും നമ്മളിലേക്ക് മാത്രം ഒതുക്കി വെക്കാനുള്ളതല്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ബൈബിളിലായാലും ഈശോനെ നമ്മൾ കൂടുതൽ കാണുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. എപ്പോഴും ഈശോൻ്റെ കൂടെ ഈശോൻ്റെ 12 അപ്പോസ്തലന്മാരുണ്ടാകും. 12 പേരില്ലെങ്കിലും എപ്പോഴും കൂടെ ആരെങ്കിലും ഈശോൻ്റെ കൂടെ ഉണ്ടാകും. വളരെ ചുരുക്കം മാത്രമാണ് ഈശോനെ നമ്മൾ ഒറ്റയ്ക്ക്, അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടി പേഴ്സണൽ പ്രെയറിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ കൂടുതൽ ഒറ്റയ്ക്ക് കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇന്നലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി പ്രയാസമുള്ളതായിരുന്നു. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഈശോ അത് മാറ്റി തന്നു എന്നുള്ളതാണ്. അത് ഇപ്പം എൻ്റെ മക്കളുടെ കോച്ചിങ് ക്ലാസ്സിൽ അവർക്കുള്ള സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്. സ്റ്റുഡൻസിനോടായാലും പേരൻസിനോടായാലും ഭയങ്കര ഒരു കർക്കശക്കാരനാണ്. അങ്ങനെ പറഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുറ്റം പറയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സ്ട്രിക്ട്നെസ് കൊണ്ട് തന്നെ കുട്ടികൾ നന്നായി പഠിക്കുന്നുമുണ്ട്, നല്ല റിസൾട്ട്സ് കിട്ടുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു കോച്ചിങ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളെ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത്. സൺഡേയും ക്ലാസ്സസ് വെച്ചപ്പോൾ അത് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. ജോയിൻ ചെയ്യുമ്പോൾ അറിയാമായിരുന്നു സൺഡേ ക്ലാസ്സസ് ഉണ്ട് എന്ന് വെച്ചാൽ പോലും ശരിക്കും പറഞ്ഞാൽ ആ പള്ളിയിൽ 1 മണിക്കൂർ ഞാനൊരു പേഴ്സണൽ പ്രെയറിന് വേണ്ടി സ്ഥിരം പള്ളിയിൽ ഇപ്പോൾ 6 മണിക്കാണ് പ്രെയറെങ്കിൽ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് പള്ളിയിൽ മാസ് ഉള്ളത്. അപ്പോൾ 6 മണിക്കാണ് പള്ളിയിൽ പ്രെയറെങ്കിൽ 5 മണിക്ക് ഞാൻ പൊതുവെ പള്ളിയിൽ പോയിരിക്കും. അതെൻ്റെ ഒരു പേഴ്സണൽ പ്രെയറിൻ്റെ ഒരു ടൈമാണ്. ഞാനത് ഒത്തിരി പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു മൊമെൻ്റാണ്. 5 to 6 വരെയുള്ള സമയം എനിക്കത് ഒറ്റയ്ക്ക് ഈശോൻ്റെ കൂടെ പള്ളിയിൽ അധികം ആരും ഇല്ലാതെ ഇരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതുപോലും ബാധിക്കത്തക്ക രീതിയിൽ പിള്ളേരെ കോച്ചിങ് ക്ലാസ്സസിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്തപ്പോൾ അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. എന്നാൽ ഈ ഒരു സാറിനോട് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അത് വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. ഇതെങ്ങനെ ഈ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത്. ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്യാമോ, ഒന്ന് റീപോൺ ചെയ്യാമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി. മാത്രമല്ല, അദ്ദേഹം ടൈമിംഗ് 5 o'clock വിടുന്നു പറഞ്ഞ ടൈമിംഗ് 5:30 കൂടിയാക്കി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആകെ അസ്വസ്ഥമായി. എങ്ങനെ പള്ളിയിൽ ആ 1 മണിക്കൂർ, കാരണം ആ സമയം മുഴുവനും ഞാൻ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യേണ്ട ഒരു സമയം, അങ്ങനെ ഒരു മൊമെൻ്റ് ആയിപ്പോയി. എനിക്ക് ഈശോൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആകെയുള്ള ഒരു ആശ്വാസമാണ് ആ 1 മണിക്കൂർ ഈശോൻ്റെ മുമ്പിൽ ഈശോൻ്റെ കൂടെയായിട്ട് പേഴ്സണൽ പ്രെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതെന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഒത്തിരി ഡിസ്റ്റർബായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് ഈ പ്രേയറായിരുന്നു. ഈ സാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മദർ മേരീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുവാൻ ചൊല്ലി മാതാവിനെയും കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിനെയും കൂട്ടുപിടിച്ച് ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഈശോൻ്റെ അടുത്ത് പറയുന്നത്, എന്തെങ്കിലും ഒരു വഴി ഒന്ന് കാണിച്ചു താഴെ. എങ്ങനെ ഈ സാറിനെ കൺവിൻസ് ചെയ്യും, മനസ്സിലാകുന്നില്ല. എനിക്കാണെങ്കിൽ, കാരണം ഇത് ഒരു സൺഡേ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കട്ടെ, എല്ലാ സൺഡേസും ആണ്. മാത്രമല്ല ഇത് പിള്ളേരുടെ കാറ്റഗിസം ക്ലാസ്സിനെയും ബാധിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് ആകെ ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡായി ഞാൻ. എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? ഇതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല. പിള്ളേരുടെ ഫ്യൂച്ചർ ഈസ് ഇമ്പോർട്ടൻ്റ്, അതുമാണ്. പക്ഷെ പള്ളി, എനിക്ക് വിശ്വാസം കളഞ്ഞിട്ട് വേറെ എന്തും നേടിയിട്ടും ഞാൻ അതിലൊരു അർത്ഥം കാണുന്നില്ല. കാരണം നമ്മൾ എത്ര വലിയ ക്വാളിഫിക്കേഷൻ നേടിയാലും നമ്മൾ വിശ്വാസത്തിൽ വളർന്നിട്ടില്ലെങ്കിൽ, അതിപ്പോൾ ഏത് മതമായാലും ശരി, പക്ഷെ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള, നല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ സ്നേഹത്തോടെയുള്ള ഒരു വിശ്വാസം, അതിൽ ആഴപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റോബോട്ടിക് മൈൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇമോഷൻസിനൊന്നും ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ
ആരോടും എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ. അപ്പൊ എനിക്ക് ഒരിക്കലും എൻ്റെ മക്കളെ ആ ഒരു രീതിയിൽ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരും കുറച്ച് ഇമോഷണലി എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു എംപതറ്റിക് ആയിട്ട് വളരണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ ഉയർന്നാലും അവരുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ കൂടെ അവർ എംപതറ്റിക് ആയിരിക്കണം. മറ്റുള്ളവരുടെ വേദന എൻ്റെയും വേദനയാണെന്നുള്ള ആ ഒരു ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ക്വാളിഫിക്കേഷൻ നേടിയിട്ടും അതിലൊന്നും ഒരർത്ഥവും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മൊമെന്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എങ്ങനെ ഈ സാറിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ സമൂഹത്തിന് വേണ്ടി ഒത്തിരി ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹം സർവീസിലേക്ക് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും വിശ്വാസം കളയാൻ അത് എന്തോ ആരുടെ ആയിക്കോട്ടെ, ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഓർമ്മ വന്നപ്പോൾ എന്നെ അത് ഒത്തിരി വേദനിപ്പിച്ചു. പക്ഷെ ഇത് ഇത്രയൊക്കെ ഞാൻ നീട്ടി പറഞ്ഞു പോകുന്നില്ല. പക്ഷെ ചുരുക്കത്തിൽ എന്ത് പറ്റി എന്ന് വെച്ചാൽ, ഞാൻ 5:30 കണക്ക്, കാരണം 5:30ക്കാണ് കോച്ചിങ് സെൻറ്റർ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ 5:30 സമയം അനുസരിച്ച് ഞാൻ അവിടെ എത്തുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ മകൾ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട് 5:30 ആയിട്ടില്ല, ഇനി ഒരു 5 മിനിറ്റ്സും കൂടി ബാക്കിയുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു? ഞാൻ ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നത്? അപ്പം അതിന് പറഞ്ഞത്, അമ്മ പറഞ്ഞ പോലെ തന്നെ 4:40 സാർ എന്നെ പറഞ്ഞു വിട്ടിരുന്നു. ഞാനത് ഒരിക്കലും അറിഞ്ഞില്ല, ഞാൻ പ്രതീക്ഷിച്ചുമില്ല. ഇത്രയും സ്ട്രിക്റ്റ് ആയ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം തീരെ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനോട് അദ്ദേഹം ഒരു യെസോ നോയോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു എന്താ പറയുക, ദൈവിക ഒരു പ്രസൻസ് അതില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നലെ അങ്ങനെ ഒരു മനസ്സലിവ് തോന്നത്തില്ല. അദ്ദേഹത്തിന് മനസ്സിലായി അത് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സമയമാണ്, ഞങ്ങൾക്ക് ചർച്ചിൽ പോകാനുള്ള സമയമാണ്, അതിനെ വാല്യൂ ചെയ്യണം എന്ന് മനസ്സിലാക്കി തന്നെ അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് സാറ് എൻ്റെ മകളെ പോയിക്കോളാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുമ്പോൾ ആ ഒരു വലിയ മനസ്സ്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലും അമ്മ മാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ ഒരു പ്രസൻസും എല്ലാം കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ സൺഡേ എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഗോൾഡൻ ഡേ ആയി മാറി. കാരണം അത്രയും ഞാൻ ഇന്നലെ വിഷമിച്ച് പോയ ഒരു ദിവസമായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരി അച്ഛൻ കാറ്റഗിസം ക്ലാസ്സിന്, എൻ്റെ മകളെ കാറ്റഗിസം ക്ലാസ്സിനും ഉണ്ട്. അപ്പോൾ കാറ്റഗിസം ക്ലാസ്സിന് 5 മണിക്ക് വരാത്തതിന് അല്പം വഴക്കം പറഞ്ഞു. അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്ക് ആകെ സങ്കടം, എന്ത് ചെയ്യും, എങ്ങനെ ഇത് മാനേജ് ചെയ്തു. ഇപ്പോൾ ഒരു സൺഡേ ആണെങ്കിൽ പോട്ടെ നോക്കിയത്, എല്ലാ സൺഡേസും ഇപ്പോൾ 1 ഇയർ ഇതാണ് റുട്ടീൻ ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്ന ചില മൊമെന്റ്സ് ആയിരുന്നു. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഞാൻ വിചാരിച്ചു കോച്ചിങ് തന്നെ നിർത്തിയാലോ എന്നൊക്കെ അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടൊക്കെ ആ ഒരു മൊമെന്റിൽ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അവിടെ ഒരു ഈശോന്റെ പ്രസൻസ് ആണ് അവിടെ ഞാൻ കണ്ടത്. അവിടെ ഹോളി സ്പിരിറ്റിന്റെ ഒരു ബ്ലെസ്സിങ്ങും അമ്മ മാതാവിന്റെ ഒരു ഇന്റർസെഷനും കൂടി ആയപ്പോൾ ശരിക്കും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്, ഇന്നത്തെ സൺഡേ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബ്ലെസ്സഡ് സൺഡേ ആയി. ശരിക്കും ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. കാരണം നമ്മുടെ ലൈഫിലൊക്കെ ഇത്തരം മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിങ്ങനെ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഈശോ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില സമയത്ത് ഈശോ പറയുന്നുണ്ട് അധികം ആരോട് പറയരുതെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈശോ തന്നെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈശോന്റെ മഹത്വം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു മൊമെന്റ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ചത്. മറ്റൊരു ഇതേപോലത്തെ എക്സ്പീരിയൻസസ് ഇനിയും അനേകം ഉണ്ട്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.